വലിയൊരു സ്വപ്നം സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഈ കുടുംബം. ഇതാണ് 6 വയസ്സുകാരനായിട്ടുള്ള റിഷോൺ ഷൈറിൻ. വലിയൊരു സന്തോഷമാണ്. കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം ഷൂട്ടിങ്ങിന് വേണ്ടി തമിഴ്നാടൻ വിജയ് തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. അങ്ങനെ വിജയിയെ കണ്ട ഒരു സന്തോഷത്തിലാണ് ഇവരെല്ലാം ഉള്ളത്. വിജയിയെ കണ്ടോ? കണ്ടു. എങ്ങനെയാ ഇത് വിജയിയെ കാണാനായിട്ട് പോയതൊക്കെ എങ്ങനെയാ? ആക്ച്വലി അതൊരു വലിയൊരു സ്ട്രഗിളായിരുന്നു. പുള്ളിക്കാരന് വിജയ് ഭയങ്കര ഒരു ഡൈഗാർഡ് ഫാൻ പോലെയാണ്. വീട്ടിലങ്ങനെ തന്നെ വിജയുടെ പാട്ട് കണ്ട ഉടനെ തന്നെ ഡാൻസാണ്. മീൻസ് സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. അവനായിട്ട് എണീറ്റ് നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും വിജയെ കാണണം അങ്ങനെ ചോദിക്കും. അപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഗ്രീൻ ഫീൽഡിൽ വിജയ് ഷൂട്ടിങ്ങിന് വേണ്ടി വരുന്നതെന്ന് ന്യൂസ് കേട്ടു. 3-ാം ദിവസം ലാസ്റ്റ് ഡേ ആയിരുന്നു പുള്ളിക്കാരൻ്റെ. അപ്പോൾ ഹോപ്പില്ല, ട്രെയിനിങ്ങിലും കാണാൻ പറ്റില്ല. ശരി, എന്നിട്ട് എന്നാലും സ്പീച്ച് കേൾക്കാന്ന് വെച്ചിട്ട് പോയി. പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് ആനന്ദ് സാർ മാനേജർ, ആ പുള്ളി ഇവനെ കണ്ടിട്ട് വന്ന് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഡേഞ്ചറാണ് പറഞ്ഞിട്ട് ഞങ്ങളെ അവൻ കരഞ്ഞോണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അപ്പുറത്താക്കി, ഇതിന്റെ ഡിഫൻസ് ഇതിന്റെ അപ്പുറത്താക്കി. കാർ വന്നതും ആള് എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അവന് വീൽ ചെയർ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചാടി പോകുന്നു. അവന് വീഴുമോന്ന് എന്നുള്ള പേടി അവന്റെ മനസ്സിലില്ല. ഒരു പാട്ടും അവിടെ ഉണ്ടായിരുന്നു, ഞാൻ റെഡിതാ വരെ വന്ന്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്നാൽ അറ്റ് ദ സെയിം ടൈമിൽ വിജയ് കണ്ട ഒരു സന്തോഷം, വിജയുടെ പാട്ടിന്റെ ഒരു എക്സൈറ്റ്മെന്റും എല്ലാം കൂടെ അവന് ഇരുന്നില്ല, വീൽ ചെയറിൽ ഇരുന്നില്ല. അവസാനം വിജയ് സാർ താഴെ വന്നു. ഇവൻ ഇങ്ങനെ തുള്ളി ചാടി നിന്നപ്പം അവര് അപ്പോൾ അടുത്ത് വന്നപ്പം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ മാറിയിട്ട് പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു. അത് അവൻ ആരെയും അങ്ങനെ ചെയ്യത്തില്ല സാധാരണ. എനിക്ക് ആക്ച്വലി അവൻ എങ്ങനെ എണീറ്റ് ഇന്ന് വരയ്ക്കും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എപ്പോൾ എണീറ്റാലും താളെ വീഴും. പിന്നെ പെട്ടെന്ന് അവൾ പിടിച്ചു ആ ഫ്രണ്ടിൽ ഇങ്ങനെ പോയി സ്റ്റാൻഡ് ചെയ്യുന്നത്. അന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്റ്റോറി അവൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പുള്ളിക്കാരനെ കാണാൻ ചെന്നതിൽ നിന്ന് കണ്ട് മുടിക്കുന്ന വരയ്ക്കുമുള്ള സ്റ്റോറി. വിജയ് വന്നു, വിജയ് സ്പൈഡർമാൻ ആണ്. വിജയ് താഴെന്ന് മുകളിൽ കയറി. അപ്പോൾ താഴെന്ന് മുകളിൽ കയറിയ വിജയ് സ്പൈഡർമാന്. ഇങ്ങനെയൊക്കെ അവന് ഒരു സ്റ്റോറി അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും വിജയ് ഫാൻസ് ആണോ? അതാണോ മോനും ഈ ഒരു വിജയ് ആരാധന? ചേട്ടന് ഇഷ്ടം, പക്ഷെ എനിക്ക് ചൈൽഡ്ഹുഡ് തൊട്ട് ഒരു ക്രേസ് ഉണ്ട്. വിജയുടെ ആരാധകൻ മാത്രമല്ല, ചെറിയ വിജയുടെ ഡയലോഗ് ഒക്കെ പറയും. മറ്റേ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡി സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞ ഡയലോഗ്. വിജയെ കണ്ടു, എന്നാൽ അല്പനേരം കൂടി ചെലവഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ? അതിന് കഴിഞ്ഞില്ല. അതിന് എന്തുവല്ലോ അടുത്ത തവണ ഇനി ഒരിക്കൽ കാണുമ്പോഴൊക്കെ ആവട്ടെ. ക്യാമറമാൻ MS സുജിത്തിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. AK സ്റ്റെഫിൻ തന്നെ നമ്മുടെ കൂടെയുണ്ട്. സ്റ്റെഫിൻ, ഒരുപക്ഷെ ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ദിവസമായിരിക്കും അത്. താൻ ആരാധിക്കുന്ന ആ വ്യക്തിയെ കണ്ണിറഞ്ഞ് കണ്ടു, കെട്ടിപ്പിടിച്ചു എന്ന് മാത്രമല്ല, സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അവൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം സന്തോഷമായിരിക്കും. ആ വിജയ് വരുന്നതും അവൻ ആ സന്തോഷത്തോടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ തന്നെ എത്ര മനോഹരമാണ്. പൂജ, ഇതുപോലെ ഒരു ആരാധകനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം അവൻ്റെ രോഗത്തിൻ്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് അവന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സംസാരത്തിനൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അവൻ്റെ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിന്നു അവൻ്റെ ആ ഇഷ്ടപ്പെട്ട ആളെ കാണാൻ, ആ താരത്തെ കാണാൻ വേണ്ടിയിട്ടും. അതോടൊപ്പം അവൻ ഏകദേശം ഒരു 3 ദിവസം വിജയ് ഇവിടെ ഉണ്ടായിരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ അവൻ രാത്രിയിൽ ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് മാതാപിതാക്കൾ നമ്മോട് പറഞ്ഞത്. കാരണം അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ഈ റിഷോൺ കേട്ടതിന് ശേഷം എന്നാണ് വിജയ് മാമൻ എന്നാണ് അവൻ പറയുക, വിജയ് മാമനെ എന്നാണ് കാണാൻ കൊണ്ടുപോകുന്നത് ചോദിച്ച് അങ്ങനെ നിരന്തരം ഏതാണ്ട് 3 ദിവസത്തോളം അവരവിടെ പോയി നിന്നതിന് ശേഷമാണ് ഒടുവിൽ ഇങ്ങനെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും അത് ഒരു അവിസ്മരണീയമായ ഒരു കണ്ടുമുട്ടലായി എന്ന് തന്നെ പറയാം. കാരണം അവൻ്റെ ആ മുഖത്തെ സന്തോഷമൊക്കെ തന്നെ നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. അതോടൊപ്പം ഒരു കാര്യം കൂടെ, ഈ നമ്മൾ ആദ്യം പോകുമ്പോഴായിരുന്നു ഈ പ്രതികരണം എടുത്തത്, മാതാപിതാക്കളുടെയും റിഷോണും ഒക്കെ ആയി നമ്മൾ സംസാരിച്ചതൊക്കെ ആദ്യം ചെന്നപ്പോഴാണ്. അതിനുശേഷമാണ് നമ്മൾ ഈ പ്രതികരണം എടുത്ത ശേഷം ഈ വിഷ്വൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിജയുടെ പാട്ട്, അത് ബോധപൂർവമല്ല അറിയാതെ അദ്ദേഹത്തിൻ്റെ റിഷോണിൻ്റെ അച്ഛൻ TV-യിൽ ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോഴാണ് അവൻ്റെ യഥാർത്ഥ ആരാധനയും ആ സ്നേഹവും നമുക്ക് പോലും മനസ്സിലാക്കാൻ കഴിയും. കാരണം അവൻ്റെ അമ്മയുടെ മടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഡാൻസ് കളിക്കുകയും തുള്ളിച്ചാടുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ റിഷോണിൻ്റെ ഒരു ആരാധന, ഈ സ്നേഹം, ഇത് അന്ധമായ ഒരു ആരാധനയല്ല, അവൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിൽ നിന്ന് വരുന്ന ഒരു ആരാധനയാണ്. അതോടൊപ്പം തന്നെ അവൻ്റെ ഈ സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന മാതാപിതാക്കൾക്കാണ് നിറഞ്ഞ കയ്യടി.
തീർച്ചയായിട്ടും സ്റ്റെഫിൻ അങ്ങനെ തന്നെയാണ്. എന്തായാലും ആ കുഞ്ഞിന്റെ ആഗ്രഹം നിറവേറ്റി കൊടുത്ത എല്ലാവർക്കും ഒരു വലിയ നന്ദി അറിയിക്കാം. അത്രത്തോളം സന്തോഷിച്ചിട്ടുണ്ടാവും അവനും അവന്റെ അച്ഛനും അമ്മയും ആ ദിവസത്തിലല്ലേ സ്റ്റെഫിൻ. ശരി.